ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് ഇന്നൊരു രസത്തിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും അറിയുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, പിന്നെ ഇത്തിരി മല്ലിയില അരിഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് വേണം, ഉപ്പ് വേണം, കായത്തിൻ്റെ പൊടി വേണം, പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇതൊക്കെയാണ്. ഇത് നമുക്ക് നമ്മളുടെ നാടുകളിൽ ഇപ്പോൾ ജില്ല തിരിഞ്ഞ് പോകുന്നതിനനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ ഇത് വറവിനിടാനുള്ളതാണ് കേട്ടോ. നമ്മളിവിടെ യുണാനിമസ് ആയിട്ട് എവിടെയും ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു രസമാണ് ഉണ്ടാക്കുന്നത്. ചിലയിടത്ത് ഭയങ്കര മധുരം, മൂകാംബികയൊക്കെ തൊഴാൻ പോകുമ്പോൾ അവിടെ നിന്ന് കഴിക്കുന്നത് ഭയങ്കര മധുരമുള്ളൊരു തരം രസമാണ്. നമ്മുടെ ഇവിടെ കുറച്ച് എരിവ് പുളിയൊക്കെയാണ് കയറി നിൽക്കുക കേട്ടോ. പിന്നെ പരിപ്പ് അങ്ങനെ എന്തെങ്കിലും ധാന്യം വേവിച്ച വെള്ളത്തിലാണ് നമ്മൾ പൊതുവെ ചെയ്യുക. ഞാനിപ്പോൾ തുടക്കത്തിൽ അത് സാധാരണ പുളി വെള്ളത്തിലിട്ടിട്ടാണ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ നമുക്ക് പരിപ്പ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപ്പ് വേവിച്ച് ഉടച്ചത് ഞാൻ ഒരു സ്പൂൺ ഇതിനകത്തേക്ക് ചേർത്തു കേട്ടോ. അപ്പോൾ ആ ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കുവാണ്. അതിനകത്തേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിക്കണം. അത് കടുക് പൊട്ടുമ്പോൾ ഉലുവ പൊട്ടിക്കുക. 4 വറ്റൽമുളക് കഷ്ണമാക്കി വെച്ചത് ഇട്ട് അതും കൂടെ മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ട് വഴറ്റുക. വെളുത്തുള്ളി നമുക്ക് തൊണ്ടോടെ എടുത്തിട്ട്, അതായത് തൊലിയൊന്നും കളയാതെ ഇട്ട് ചതക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ കിട്ടും കേട്ടോ. നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കരിയാണ്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് മൂപ്പിച്ചെടുക്കുക, പച്ചമണം മാറണം. അതിനകത്തേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പുളിയുടെ അടിഭാഗം വരരുത് കേട്ടോ. തക്കാളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ തക്കാളി നല്ലപോലെ പഴുത്തത് കൈ വെച്ച് നല്ലോണം ഉടച്ച് ചേർത്താലും മതി. ഇത് നമ്മൾ അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഉടച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ശരിക്കും തക്കാളിയുടെ ആ ഫ്ലേവർ മുഴുവനായിട്ട് അങ്ങ് ഇറങ്ങുക. അത്യാവശ്യം നല്ലപോലെ തിളയ്ക്കണം. എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. തിളച്ച് തക്കാളി വേവണം കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തു. ഉപ്പ് കുറച്ചുകൂടെ വേണം, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വരുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. കായം ചേർക്കുമ്പോൾ നല്ലൊരു മണം, രസത്തിൻ്റെ ആ ഒരു പെർഫെക്റ്റ് സ്മെല്ല് ഇങ്ങനെ വന്നു തുടങ്ങും. ഇനി ഒരു സാധനം കൂടെ ചേരുമ്പോഴാണ് അതിൻ്റെ രുചി മുഴുവനായിട്ട് വരിക. നമ്മൾ മല്ലിയില ചേർക്കുക കേട്ടോ. തീ ഓഫ് ചെയ്ത് വെച്ചു. മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കുക. അപ്പോഴാണ് കേട്ടോ നല്ലൊരു മണം വരും. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, എവിടെ ചെന്നാലും രസത്തിൻ്റെ ടേസ്റ്റിൽ ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടാവും. ചിലയിടത്ത് എരിവ് കൂടുതൽ, പുളി കൂടുതൽ. കർണാടക സൈഡിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അവരുടെ എല്ലാ കറികളിലും പൊതുവെ മധുരം ഉണ്ടാവും. ഇതിനകത്ത് ഭയങ്കര മധുരമാണ് ഫീൽ ചെയ്യാറ് കേട്ടോ. വേണമെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടി ക്രഷ് ചെയ്ത് ചേർക്കാം കേട്ടോ. അതിൻ്റെ ഒരു എരിവും നല്ലൊരു സുഖം തരുന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രസം വെച്ചത്. അപ്പോൾ പിന്നെ പരിപ്പ് കറി, കൊണ്ടാട്ടം, പപ്പടം, അച്ചാറൊക്കെ കൂടെ ഇന്നത്തെ ഊണ് അങ്ങനെ പോയി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.